മോർണിംഗ് സ്റ്റുഡൻസ്, കെമിസ്ട്രിയുടെ 4ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ ക്ലാസ്സുകളിൽ ഷെല്ലുകൾ, സബ് ഷെല്ലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഇനി അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് എസ് എന്ന സബ് ഷെൽ മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിന് എസ് എന്ന സബ് ഷെല്ലുമുണ്ട്, പി എന്ന സബ് ഷെല്ലുമുണ്ട്. മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിന് എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ എന്നിങ്ങനെ 3 സബ് ഷെല്ലുകളുള്ളത് നമുക്കറിയാം. അതുപോലെ നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിന് 4 സബ് ഷെല്ലുകളുണ്ട് അല്ലേ? അതായത് എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ and F subshell. English medium students, we know that first shell K shell contains only one subshell, that is S subshell. Second shell L shell contain 2 subshells, that is S subshell and P subshell. Third shell M shell contains 3 subshells, that is S subshell, P subshell and D subshell. Fourth shell N shell contains S subshell, P subshell, ഡി സബ് ഷെൽ ആൻഡ് എഫ് സബ് ഷെൽ. ഓക്കെ, ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ട്. എന്നാൽ സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ അടുത്ത പഠന അറിവായി വരുന്നത്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഒന്നാമത്തെ ഷെൽ, അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. അതിൻ്റെ സബ് ഷെല്ലാണ് 1s. ഈ 2 ഇലക്ട്രോണുകളും ആ 1s എന്ന സബ് ഷെല്ലിലാണ് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ എസ് എന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ഇംഗ്ലീഷ് മീഡിയം എസ് സബ് ഷെൽ ക്യാൻ അക്കമഡേറ്റ് മാക്സിമം 2 ഇലക്ട്രോൺസ്. ഇനി രണ്ടാമത്തെ ഷെൽ, അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ നമുക്കറിയാം 8 ആണ് അല്ലേ? 2n² വെച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിന് 2 സബ് ഷെല്ലുകളുണ്ട്, 2sഉം 2pയും. അതിൽ എസ്സിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 2 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. അതാണ് ഇവിടെ 2 വന്നത്. ഇനി പിയിൽ എത്ര ഇലക്ട്രോണുകൾ വരും എന്ന് മനസ്സിലാക്കാൻ 8 ഇലക്ട്രോണുകൾ പോണയിൽ 2 എണ്ണം 2sൽ പോയാൽ ബാക്കി ഇവിടെ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ 8 - 2. അപ്പോൾ നമുക്കവിടെ 6 ഇലക്ട്രോണുകൾ എന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഇനി മൂന്നാമത്തെ ഷെൽ. മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18. അതിന് 3 സബ് ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി. എസ്സിൽ എല്ലായ്പ്പോഴും കൊള്ളുന്ന ഇലക്ട്രോണുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, 2 ആണ് അല്ലേ? അപ്പോൾ എസ്സിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 2. അതുപോലെ പിയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ നമുക്കറിയാം, അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ 6. ഇനി ഡിയിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ കണ്ടെത്താൻ 18ൽ നിന്ന് 8 കുറയ്ക്കണം. 8 എന്ന് പറയുന്നത് 2ഉം 6ഉം കൂടി വരുന്ന ആ 8. അപ്പോൾ 18ൽ നിന്ന് 8 കുറച്ചാൽ ബാക്കി ഡിയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. അങ്ങനെ ഡി എന്ന സബ് ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ എസ്സിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 2, പിയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6, ഡിയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 10. ഇപ്പോൾ എല്ലാ എസ് സബ് ഷെല്ലിലും 2 ഇലക്ട്രോണുകളാണെന്ന് ഓർക്കണം. എല്ലാ പി സബ് ഷെല്ലിലും 6 ഇലക്ട്രോണുകൾ. എല്ലാ ഡി സബ് ഷെല്ലിലും പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകൾ 10. ഇംഗ്ലീഷ് മീഡിയം എസ് സബ് ഷെൽ ക്യാൻ മാക്സിമം അക്കമഡേറ്റ് 2 ഇലക്ട്രോൺ, P subshell can maximum accommodate 6 electron and D subshell can maximum accommodate 10 electrons. നാലാമത്തെ ഷെൽ, അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണെന്ന് നമുക്കറിയാം. അതായത് 2n² വെച്ച് 2 × 4a² അല്ലേ? ഇനി അതിന് 4 സബ് ഷെല്ലുകളുണ്ട്, 4s, 4p, 4d, 4f. ഈ 32 ഇലക്ട്രോണുകൾ ഈ 4 സബ് ഷെല്ലുകളിലായിട്ടാണ് നിറയുന്നത്. അതിൽ നമ്മൾ നേരത്തെ കണ്ടു എസ്സിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം
2 അല്ലേ? അതുപോലെ പിയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6 നമുക്കറിയാം. അതുപോലെ ഡിയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 10 നമുക്കറിയാം. പിന്നീട് എഫ് എന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു എന്ന് കണ്ടെത്താൻ 32 നിന്ന് ഈ സംഖ്യകളൊക്കെ കുറയ്ക്കണം. അതായത് 2ഉം 6ഉം 10ഉം 32 നിന്ന് കുറയ്ക്കണം. അപ്പോൾ 32 മൈനസ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും എന്നറിയാലോ? 18 വരും. അപ്പോൾ 32 മൈനസ് 18 14 ഇലക്ട്രോണുകൾ. അപ്പോൾ 4f എന്ന സബ്ഷെല്ലിൽ അഥവാ എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തി. അത് 14. അങ്ങനെ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ നമ്മൾ മനസ്സിലാക്കി. എല്ലാ എസ്സിലും 2 ഇലക്ട്രോൺ വീതം. 1s ആയാലും 2s ആയാലും 3s ആയാലും 4s ആയാലും എത്ര ഇലക്ട്രോൺ വരും? പരമാവധി 2. അതുപോലെ പി ആവുമ്പോൾ 2p ആയാലും 3p ആയാലും 4p ആയാലും എല്ലാത്തിലും കൊള്ളുന്ന ഇലക്ട്രോണുകൾ 6 നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഡി സബ്ഷെൽ 3d സബ്ഷെല്ലായാലും 4d സബ്ഷെല്ലായാലും പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകൾ 10. ഇനി 4f അഥവാ എല്ലാ എഫ് സബ്ഷെല്ലിലും കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഇപ്രകാരം സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ മനസ്സിലാക്കും. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഈ ടേബിൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസും മലയാളം മീഡിയം സ്റ്റുഡൻസും വരച്ചെടുക്കണം. അതുപോലെ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ക്രോഡീകരിക്കുന്ന പട്ടിക തന്നിട്ടുണ്ട് ടെക്സ്റ്റിലത്തെ, അതും വരച്ചെടുക്കുക. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 കണ്ടല്ലോ. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം എസ് സബ്ഷെൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം 2 ഇലക്ട്രോൺസ്, പി 6 ഇലക്ട്രോൺസ്, ഡി 10 ഇലക്ട്രോൺസ് ആൻഡ് എഫ് 14 ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഷെല്ലുകളെക്കുറിച്ചും ഓരോ ഷെല്ലുകളിലുള്ള സബ്ഷെല്ലുകളെക്കുറിച്ചും സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി സബ്ഷെല്ലിൽ ഊർജക്രമം അനുസരിച്ച് വേണം ഇലക്ട്രോണുകളെ നിറയ്ക്കാൻ. അതായത് എനർജിയുടെ ഓർഡറിൽ, എനർജി കൂടി വരുന്ന ക്രമത്തിൽ വേണം ഇലക്ട്രോൺസിനെ സബ്ഷെല്ലിൽ ക്രമീകരിക്കാൻ. അങ്ങനെ ആ ഊർജക്രമം, ആ എനർജിയുടെ ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കണ്ടെത്തുന്നതിനുള്ള ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. സ്റ്റുഡൻസ്, ഇനി നമുക്ക് സബ്ഷെൽ ഊർജക്രമം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് എനർജി ഓഫ് സബ്ഷെൽസ്. ഒന്നാമത്തെ ഷെല്ലിന് എസ് എന്ന സബ്ഷെൽ മാത്രം, അതുകൊണ്ട് നമ്മൾ 1s എന്ന് എഴുതി. അതിൻ്റെ താഴെ അതേ അലൈൻമെൻറ്റിൽ രണ്ടാമത്തെ ഷെല്ലിൻ്റെ എസ്സും എഴുതി, രണ്ടാമത്തെ ഷെല്ലിൻ്റെ പിയും എഴുതി. അപ്പോൾ 2s 2p. ഇനി മൂന്നാമത്തെ ഷെല്ലിന് 3 സബ്ഷെല്ലുകളുണ്ടല്ലോ, 3s 3p 3d, 3ഉം എഴുതി. നാലാമത്തെ ഷെല്ലിന് 4 സബ്ഷെല്ലുകളുണ്ട് അല്ലേ, എസ്, പി, ഡി, എഫ്. അതുകൊണ്ട് 4s 4p 4d 4f എന്നിങ്ങനെ എഴുതി. പിന്നെ അഞ്ചാമത്തെ ഷെല്ലിനും നമ്മൾ എഫ് സബ്ഷെല്ല് വരെ എഴുതി. കണ്ടോ? അങ്ങനെ ആറാമത്തെ എഴുതി, ഏഴാമത്തെ എഴുതി. ഏഴാമത്തെ ഷെല്ലിൻ്റെ എസ്, പി, ഡി, എഫ്. അങ്ങനെ 7 ഷെല്ലിൻ്റെ വരെ നമ്മൾ എഴുതണം. കാരണം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളല്ലേ ഉള്ളത്. അപ്പോൾ 7 എണ്ണം വരെ എഴുതി. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അലൈൻമെൻറ്റ് ഒരുപോലെ ആവണം. കണ്ടോ? 1s 2s 3s ഒരേ നിരയിൽ വരണം. അതുപോലെ 2p അതങ്ങനെ ഒരേ നിരയിൽ വരണം. പിന്നെ 3d അത് ഒരേ നിരയിൽ വന്നു. പിന്നെ ഇതുപോലെ എഫും ഒരേ നിരയിൽ വന്നു. ഇപ്രകാരം എഴുതിയ ശേഷം നമുക്ക് സബ്ഷെല്ലുകളുടെ എനർജി, സബ്ഷെൽ ഊർജക്രമം കണ്ടെത്താം. കുട്ടികളെ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ പേപ്പറിൽ ചെരിഞ്ഞ കുറച്ച് വരകൾ നിങ്ങൾക്ക് കാണാനുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ വരച്ചെടുത്തതാണ് സബ്ഷെല്ലിൻ്റെ എനർജി കണ്ടെത്താൻ. അതായത് ഒന്നാമത് നമ്മളിങ്ങനെ ആദ്യത്തെ വര ചെരിച്ച് വരച്ചു. കണ്ടോ? അപ്പോൾ ഏറ്റവും ആദ്യം വര പോയത് ഏത് കൂടെയാണ്? 1s കൂടെ അല്ലേ? അപ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ അഥവാ ഊർജം കുറഞ്ഞ സബ്ഷെല്ലാണ് 1s. അത് കഴിഞ്ഞാൽ നോക്കൂ, വീണ്ടും ചെരിച്ചിങ്ങനെ വരയ്ക്കുമ്പോൾ ആ വര ഏതിലൂടെ പോണു? 2sലൂടെ പോണു. അപ്പോൾ 1s കഴിഞ്ഞാൽ പിന്നെ ഊർജം കുറഞ്ഞ സബ്ഷെൽ, എനർജി കുറഞ്ഞ സബ്ഷെൽ 2s ആണ്. വീണ്ടും അതുപോലെ ചെരിച്ച് വരയ്ക്കുമ്പോൾ
2p. കണ്ടോ, 2p കഴിഞ്ഞിട്ടാണ് വര ഏതിലൂടെ വരുന്നത്? 3s വരുന്നത്. അപ്പോൾ 2s കഴിഞ്ഞാൽ പിന്നെ ഊർജം കുറഞ്ഞ സബ്ഷെൽ 2p ആണ്. അത് കഴിഞ്ഞാൽ 3s. അത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ 3p 4s. കണ്ടോ, വീണ്ടും ചെരിഞ്ഞ വര വരയ്ക്കുമ്പോൾ 3d 4p 5s. പിന്നെ വീണ്ടും അതുപോലെ ചെരിഞ്ഞ വര വരയ്ക്കുമ്പോൾ 4d 5p 6s. അടുത്ത വര വന്നിരിക്കുന്ന നോക്കൂ, 4f 5d 6p 7s. വീണ്ടും കണ്ടോ, അപ്പോൾ 5f 6d 7p 6f 7d. ഏറ്റവും ലാസ്റ്റ് വര വരുന്നത് ഏതിലൂടെയാണ്? 7f. അതായത് 7ാമത്തെ ഷെല്ലിൻ്റെ എഫ് സബ് ഷെല്ലിലൂടെ. അപ്പോൾ ഏറ്റവും ഊർജം കൂടിയ സബ്ഷെൽ, എനർജി ഏറ്റവും കൂടിയത് 7f ആണ്, ഏറ്റവും കുറഞ്ഞത് 1s. ഇങ്ങനെ ഈ വരയിലൂടെ നമുക്ക് സബ്ഷെല്ലിൻ്റെ എന്ത് കണ്ടെത്താം? ഊർജക്രമം കണ്ടെത്താം. 1s 2s 2p 3s 3p 4s 3d 4p 5s. ഓരോ വരയുടെയും മോൾ ഭാഗത്തുനിന്ന് താഴത്തേക്കാണ് വരിക കേട്ടോ. 4d 5p 6s. അടുത്ത വരയുടെ ഇവിടുന്ന് 4f 5d 6p 7s 5f 6d 7p 6f 7d ലാസ്റ്റ് 7f. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെല്ലിൻ്റെ ഊർജക്രമം കണ്ടെത്തുക, എനർജി ഓഫ് സബ്ഷെൽസ് കണ്ടെത്തുന്നത്. ഓക്കെ, കുട്ടികളെ സബ്ഷെല്ലുകളെക്കുറിച്ചും സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കുറിച്ചും അവയുടെ ഊർജ്ജക്രമത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇനി ഈ ഊർജ്ജക്രമം അനുസരിച്ച് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ച് എഴുതുന്ന രീതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നാണ് പറയുക. അത് ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി എടുക്കുക. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ്, electrons are arranged in subshells in the increasing order of energy. So arranging electrons in subshells is known as subshell electronic configuration. We can discuss about subshell electronic configuration in the next class. Okay.